ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുഞ്ഞൂസിൻ്റെ നൂലുകെട്ടാണ്. നൂലുകെട്ട് പറഞ്ഞാൽ ചിരടുകെട്ട്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു നൂലുകെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാരത്തെ സാധനം വാങ്ങിയാൽ മതി. ഒരു ബോക്സാണ്. ആ ബോക്സിൽ എല്ലാം ഉണ്ട്. നൂലുകെട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആ ബോക്സ് നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ, എന്തൊക്കെ സംഭവം പിന്നെ എവിടെ നിന്ന് വാങ്ങിയത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടാ നൂലുകെട്ടിന് നമ്മൾ കുഞ്ഞൂസിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഇന്നലെ കണ്ണാട്ടം പോയി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഫുള്ള് നൂലുകെട്ടിനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കാട്ടാ. ഹായ്, അടിപൊളിട്ടാ. ഭയങ്കര ഇഷ്ടം. നോക്കിയാ അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. കൃത്യമായിട്ട് ഇങ്ങനെ എന്തൊക്കെ വേണം. ആഹോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. സൂപ്പറായിട്ട് എന്തായാലും. ആഹോ, അടിപൊളി ഫുൾ സെറ്റ് ഇട്ടാ. ഫുൾ സെറ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളെ നൂലുകെട്ടുന്ന സാധനങ്ങളിൽ കണ്ടാ കുറേ സാധനങ്ങളുണ്ട് കേട്ടാ. അടിപൊളി ചെറിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഇനി തപ്പിത്തറിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഒരു ഉണ്ണിക്ക് വേണ്ട എന്താ പറയുക, നൂലുകെട്ട് വേണ്ട എല്ലാ സാധനങ്ങളും കണ്ടാ. ആളുകൾ കണ്ടാ ഉണ്ടല്ലേ. വളകളിട്ട കരിവള കുപ്പിവള വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുപ്പിവള ഇപ്പൊ കിട്ടാനില്ല. കാരണം ചെറിയ ഉണ്ണികളെ കൈയൊക്കെ പൊട്ടിന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയാ കുപ്പിവള ഇല്ലേ നമ്മുടെ, അങ്ങനത്തെ കിട്ടാനില്ല. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിവളനായിട്ടാണ് ഉപയോഗിക്കണേ. പിന്നെ ആദ്യം പറയേണ്ട കാര്യം, തള കണ്ട, പഞ്ചലോഹത്തിന്റെ തള, അത് ചിരട്. പിന്നെ നമ്മൾ ഉണ്ണിയുള്ള ചരട് വരുന്ന മറ്റേ കണ്ണ് കിട്ടില്ല എന്നൊക്കെ പറയില്ല. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം. വെച്ചാൽ മിന്നുവിന് നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ല. ഇന്ന് ആ സമയത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയേനെ. അന്ന് നമുക്ക് അറിയണ്ടേന്നില്ല കേട്ടാ. ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ നമുക്ക് ഇത് ഈ മുത്ത് കണ്ട, അതിങ്ങനെ കാണുമ്പോൾ ചോര പേര് കാണുമ്പോൾ ഇതൊന്നും നല്ല ആഗ്രഹമായിരുന്നു. അപ്പം അതിട്ടാ. പിന്നെ തേൻ പറയുമ്പോൾ അതിനെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തി തേനും വയമ്പും കണ്ട. തേനും വയും മറ്റേ നമ്മൾ അതിന്റെ കൂട്ടില്ലേ, തേനും വയമ്പും നമ്മളെല്ലാം കൂടെ അതിന്റെ ഒരു കൂട്ടുണ്ട് കേട്ടാ. അതിനെന്താ വയമ്പ്, ചന്ദനം, കടുക്ക, നെല്ലിക്ക, താനിക്ക, പിന്നെ കൊറേ ഉണ്ട് കേട്ടാ. മഞ്ഞള്, ഗ്രാമ്പു. പക്ഷെ നമ്മള് ഞാൻ അറിഞ്ഞിട്ട് വായിക്കുന്നല്ല കേട്ടാ. ഇതിലുണ്ട് കേട്ടാ. ഫുള്ള് ഇതില് കൊടുത്തിട്ട് കേട്ടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ ഫുള്ളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയമ്പ് സെറ്റ് കഴുകി ഇതിലെല്ലാം അതെന്താ ചെയ്യണ്ടേന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. വയമ്പ് സെറ്റ് കഴുകി വൃത്തിയാക്കി കല്ലിലരച്ച് അതിന് ഫുള്ളും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ട്, ഇപ്പൊ നമുക്ക് അറിയാത്തതുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ആ ഫസ്റ്റ് ഉണ്ണിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തതിന് കുഞ്ഞു കുഞ്ഞു ഓർമ്മകളുണ്ട്. അല്ലാത്ത അറിയാത്തവർക്കുള്ള ഫുൾ കാര്യങ്ങൾ ഇതിൽ എഴുതിണ്ട് കേട്ടാ. ത്രിവേദാന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ഇത് കേട്ടാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പിന്നെ പറയേണ്ടത് എന്തായാലും കണ്ണെഴുതണല്ലോ, കൺമഷി. നമ്മൾ സെപ്പറേറ്റ് ഒരു കൺമഷി അതിന്. എന്നാലും നമുക്ക് എന്തായാലും ഇതിന്റെ കൂട്ടത്തിലൊരു കൺമഷി ചെയ്യുന്നുണ്ട് കേട്ടാ. പിന്നെ പറയേണ്ടത് എന്താ വേണ്ടേ, തേനും വയമ്പും ചാലിക്കാൻ അതിങ്ങനെ എല്ലാ കൂട്ടങ്ങനെ അരയ്ക്കാനായിട്ട് അവരൊരു കല്ല് അത് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, വെള്ളമൊക്കെ ആകുമ്പോൾ പോവാണ്ടിരിക്കാൻ കൂടെ ഒരു പാള ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടാ. ഒരു ഇതിലിങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കവറിങ് കേട്ടാ. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കുന്നത് കാണിച്ചു തരാട്ടാ. പിന്നെ അത് കൂടാണ്ട് എന്താ വേണ്ടേ, ഉണ്ണിക്ക് മുണ്ട് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്നാ നൂല് കെട്ടുന്ന സമയത്ത് നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട്, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ മുണ്ടാണല്ലോ ഉടുപ്പിക്കുക. അപ്പോൾ മുണ്ട് കേട്ടാ, മുണ്ട് ഉടുപ്പിച്ച് അങ്ങനെ. അപ്പോൾ ഫുള്ള് ഞങ്ങൾ കാണിച്ചു കേട്ടാ. ഇനി ഇതിലാണ് വെക്കുക. കാണിച്ചിട്ട് നല്ല ഭംഗിക്കനെ അവരെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ട് അന്ന് കാണിച്ചു തരാട്ടാ. അപ്പോൾ നാളെയാണ് നമ്മുടെ ഉണ്ണിയുടെ 28. അപ്പോൾ 28 നമ്മൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മുടെ എല്ലാ അറിയണവർക്കും ഉണ്ണിയുടെ 28 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ ഉണ്ണിയുടെ 28 കൂടെ വിളിക്കുകയാണ്. അപ്പോൾ ഈ നൂലുകെട്ടിൻ്റെ ഈ പാക്കിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ഞാനിപ്പോൾ എല്ലാം നിരത്തി വെച്ച് കാണിച്ചു തരാട്ടാ നിങ്ങൾക്ക്. ഫസ്റ്റ് കല്ല് കേട്ടാ. രണ്ടാമത് തേൻ.
പിന്നെ ഇതിൻ്റെ കൂട്ടിട്ടാ. പിന്നെ ഇതിൽ തന്നെ 3 എണ്ണം ഉണ്ട് കേട്ടാ. ഇതിലൊരൊറ്റ സദ്യയിൽ തന്നെ 3 എണ്ണം. പിന്നെ വളാട്ടാ, 2 സൈസ് വളയുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിതും ഉണ്ട്, ഒരു വലുതും ഉണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പാകമായിങ്ങനെ വെച്ചിട്ടായിരിക്കാം കേട്ടോ. പിന്നെ മുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇത് എവിടുന്ന് വാങ്ങിയെന്നും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണൻ്റെ അടുത്ത് പറയാം കേട്ടോ. എനിക്കറിയില്ല. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിയത്. തൃശ്ശൂർ ഒരു ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആൾ പറഞ്ഞു തരും കേട്ടോ. അപ്പം ഒന്ന് ചന്ദ്രദീപ ബായ്. നമ്മുടെ കുഞ്ഞൂസ് ഉറങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഈ സംഭവം അല്ലേ ഇതിൽ ബാക്ക് സൈഡിൽ തന്നെ അത് എല്ലാം ഉണ്ട് കേട്ടാ. എല്ലാത്തിനും പടവും പേരും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ നൂലുകെട്ടിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടാ. അപ്പോൾ അതിൽ വയമ്പ്, ചന്ദനം, കടുക്ക, ഉണക്കനെല്ലിക്ക, താണിക്ക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മഞ്ഞൾ, ഇടംപിരി, വറമ്പിരി, ജാതിക്ക. അതിപ്പോ എല്ലാം നമ്മൾ ഇട്ടെന്ന് വരില്ല, പലരും പലതാണ്. പക്ഷെ ഇതൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കിറ്റിന് ഞങ്ങൾ അടിയില് മുണ്ടിന് ഉടുപ്പിയാളെ മുണ്ട് കണ്ടില്ല. ഇത് ഞാൻ മുണ്ട് ഇന്ന് പോയിട്ട് മുണ്ട് വേറെ ഒരെണ്ണം വാങ്ങി. അത് തന്നെ 10-50 രൂപയായിട്ടാ ആ ഒരു ചെറിയൊരു മുണ്ടിന്. ഇത് നമുക്ക് മൊത്തം വരണത് 350 രൂപ വന്നിട്ടുള്ളൂ. എന്നാ ഈ മുണ്ടടക്കം ഇതിലുണ്ട്. കല്ല്, മുണ്ട്, ഈ വയമ്പും തേനും. പിന്നെ ഏറ്റവും പറയാനുള്ളത് ഈ തള മാത്രം ഞാൻ മിന്നൂസിന് വാങ്ങിയത് 250 രൂപ അന്നായിണ്ട്. ഏത് ഒരു 10 വർഷം മുപ്പാട്. ഈ പഞ്ചലോകത്തിന്റെ തള അടക്കാണ് 350 രൂപ. അപ്പൊ ആ സംഭവം ലാഭമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞൂസ് കറിയുണ്ടാ. അപ്പൊ ഈ തളടക്കം സാധനം 350 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് കേട്ടോ. കാരണം പിന്നെ മെയിനായിട്ട് എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒറ്റ സ്ഥലത്തേക്ക് പിന്നെ പോകാൻ നിൽക്കണ്ട. ഇതല്ലെങ്കിൽ ഓരോന്ന് തള ഒരു സ്ഥലത്തുനിന്ന് വാങ്ങി, കല്ലൊരു സ്ഥലത്തുനിന്ന് വാങ്ങി, ഈ പച്ചമരുന്ന് കടയിൽ നിന്ന് ഈ ബാക്കിയുള്ള സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങി, തേനും സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഇതങ്ങനെ ഇല്ല. നൂലുകെട്ടെന്ന് പറഞ്ഞ സാധനം എടുത്താൽ ഫുള്ള് സാധനങ്ങളായി. അപ്പോൾ ഇതാണ് ഈ കട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളിപ്പോൾ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ജോസ് തിയേറ്റർ വഴി വരാണെങ്കിൽ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നമ്മുടെ രാധാകൃഷ്ണ ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ പേര് നോക്കാനും പറഞ്ഞു. സത്യം പറയാൻ പേര് നോക്കിയില്ല. ഇതിനാണെങ്കിൽ പേരും കാണാനില്ല, ഇതിൻ്റെ പേര് കാണാമല്ലോ. അപ്പോൾ പേര് നോക്കാൻ പറയാം. പക്ഷെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളെ കുഞ്ഞൂസ് ആയിട്ടു കേട്ടോ. കുഞ്ഞൂസ് പാല് കുടിക്കാനുള്ള സെറ്റപ്പായി. അപ്പം പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ നമ്മളെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെ മുടിയൊക്കെ നന്നാകാൻ വേണ്ടിയിട്ട് പുകയ്ക്കില്ല. ഇങ്ങനെ നമ്മൾ സാമ്പ്രാണി പുകയ്ക്കുന്ന മാതിരി സാമ്പ്രാണി എല്ലാം വാങ്ങണം കേട്ടോ. അപ്പോൾ അഷ്ടഗന്ധം എന്ന് പറഞ്ഞ പൊടിയുണ്ട് കേട്ടാ. അഷ്ടഗന്ധം എന്ന് പറഞ്ഞ പൊടിയുണ്ട്. അപ്പം ഞാൻ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി വാങ്ങണമാണ്. കാരണം ഇവർക്ക് നമ്മളിത് ചെയ്യാണ്ടിരുന്നിട്ട് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. കാരണം ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യണത്, വേറെ ആരും ഇല്ലാത്ത കാരണം നമ്മുടെ പ്രശ്നം കൊണ്ടൊന്നും വരാൻ പാടില്ല. അപ്പോൾ അഷ്ടഗന്ധം എന്ന് പറഞ്ഞ സാധനം വാങ്ങും. ഇതിന് അധികം വാല്യൊന്നും ഇല്ല കേട്ടോ. 30 രൂപയുള്ളൂ. പക്ഷെ നല്ല സ്മെല്ലാണ് അത്. പിന്നെ പച്ചമഞ്ഞള് അവിടെ നമ്മൾ മഞ്ഞൾ അന്വേഷിച്ച് നടക്കണ്ട. ഈ കട പോയി കഴിഞ്ഞാൽ 1 കിലോ 75 രൂപയാണോ. 1 കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ 1/2 കിലോ വാങ്ങില്ല. 1/2 കിലോ തന്നെ കുറേ ഉണ്ട്. സംഭവം ഇഷ്ടംമാതിരി അങ്ങനെ സകല സാധനം അവിടെ നിന്ന് കിട്ടും. പിന്നെ കൺമഷിക്ക് ഇതിലുണ്ട്. പക്ഷെ ഞാൻ കൺമഷി വേറെ വാങ്ങിയിട്ടുണ്ട്. എന്നാലും കൺമഷി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ 28-ന് എടുത്തുകൊണ്ടിരിക്കണ എല്ലാവരും അവിടെ പോയി വാങ്ങിക്കോട്ടാ. മുനിസിപ്പൽ സ്റ്റാൻഡിലാണ് സംഭവം ഉള്ളത്. രാധാകൃഷ്ണ ഹോട്ടലിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ വലിയൊരു കടയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടൂട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് പാല് കുടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ നാളെയാണ് 28 കേട്ടോ.